ആരോമലേ, ഈ ശവടക്കിന്റെ ജോലിക്ക് അമേരിക്കയിൽ എന്താ ശമ്പളം എന്നറിയ കണക്ക്? എന്ത് ശമ്പളം? 10 ലക്ഷം ഉറുപ്പ്യ മാസം. ആ ആ 10 ലക്ഷം? ആടി 10 ലക്ഷം ഉറുപ്പ്യ തൊട്ടിട്ട് അങ്ങോട്ട് ശമ്പളം തുടങ്ങുന്ന പറഞ്ഞു. മന്മഥേട്ടൻ പറഞ്ഞോ? പിന്നെ 10 ലക്ഷോ? ആ അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവച്ചാ. ശവടക്ക് മാത്രമല്ല, വേണം കൊലപാതകം ചെയ്ത് ഞാൻ. അല്ല പറയാമേ, അതിലൊരു പ്രശ്നമുണ്ടേ. എന്താ? ഈ ശവടക്കിനെ കുറിച്ചൊരു കോഴ്സ് ഉണ്ട്. അത് അവിടെ ചെന്ന് പാസ്സാവണം. അത് പാസ്സാവാലോ? എടാ നീ പോയിട്ട് പഠിക്കണം. പഠിക്കമ്മേ. അല്ലാതെ ഇവിടെ ഉഴപ്പി നടന്ന പോലെ പറ്റില്ല. ഇല്ലില്ല, അച്ഛനറിയില്ലേ നമ്മുടെ ശങ്കരമാമൻ മരിച്ചപ്പം ഞാനല്ല ബോഡി എടുത്തോണ്ടോ, ഞാനും നമ്മുടെ ശശിയെല്ലാം കൂടെ ബോഡി എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിക്കാൻ ഞാൻ കൂടി. എന്നിട്ട് ഇവിടുത്തെ ഷർട്ട് ഇട്ട് കൊടുത്തത് മുണ്ടുപിടിച്ചൊക്കെ ഞാനാ. ആ കെട്ട് മൂക്കിൽ പഞ്ഞു വരെ വെച്ചാ ഞാനാ. അങ്ങനെ അതല്ല അവിടുത്തെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ശവടക്കിന്റെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ സെമിത്തേരിയിൽ ഇത് അടക്കം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാന്ന് പഠിക്കണം. പിന്നെ ഈ മരിച്ചു കഴിഞ്ഞ ബോഡി ചിലപ്പോ കുറച്ചു ദിവസം വെക്കേണ്ടി വരും. അപ്പൊ അത് അഴുകാതെ എത്തരത്തിൽ വെക്കണം എന്ന് ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പിന്നെ അതിന്റെ ക്രിയകളും ചടങ്ങുകളും ആരൊക്കെ വിളിക്കേണ്ടത് പോണ്ടത് അങ്ങനെ എല്ലാ ചടങ്ങുകളെ കുറിച്ചും പഠിക്കണ കോഴ്സാണത്. ആ കോഴ്സ് പാസ്സാവണം. അതവരെ പഠിപ്പിക്കല്ലോ അവര്. പഠിപ്പിക്കും. അപ്പൊ ഞാൻ പഠിച്ചോളാം. ഇനി ഒന്നും ആലോചിക്കണ്ട, മന്മഥനോട് പറയുമ്പോ വരുന്നു. അതെ, അച്ഛൻ പറയും. അച്ഛൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ മന്മഥനെ വിളിച്ചു പറഞ്ഞിട്ടേ നാളെ തന്നെ അതിന്റെ പേപ്പറൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ചെയ്യാം എന്തെങ്കിലുമൊക്കെ. അച്ഛാ, പിന്നെ എന്തായാലും ഇപ്പൊ ജോലിക്കാരൊക്കെ ശരിയായില്ലേ? അച്ഛൻ ലക്ഷ്മിയുടെ അച്ഛനെ പോയി കണ്ടിട്ടേ ഞങ്ങളുടെ കല്യാണക്കാരെയും കൂടി ഒന്ന് സംസാരിക്കും. പറയാമ്മേ. എടാ അത് ജോലി കിട്ടിക്കഴിഞ്ഞ് പറയാം. ജോലി കിട്ടുമല്ലോ. ഞാൻ ആദ്യം മന്മഥനെ പോയി കാണട്ടെ, എന്നിട്ട് പേപ്പറൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ പോയി പറയാം. അല്ല, ജോലി കിട്ടുന്ന ഉറപ്പാണെങ്കിലേ കല്യാണം കഴിഞ്ഞാൽ അവളെയും കൊണ്ട് അമേരിക്കക്ക് പോവാ. ആദ്യം ഒന്ന് പോയിട്ട് വാടാ, എന്നിട്ട് കൊണ്ടുപോവാ. ചെറുക്കൻ. അച്ഛൻ വിളിക്കുക. അച്ഛാ, എന്റെ ഫോണിൽ വിളിക്കണോ? അച്ഛൻ പറഞ്ഞോളൂ അതൊക്കെ. ഇപ്പോഴേ കൂട്ടുകാരോടൊന്നും എഴുന്നള്ളിക്കണ്ട. അമ്മേ, അമേരിക്കയിലേ ഇപ്പൊ രാത്രിയാ, ഇവിടെ പകലല്ലേ. ഞാനവിടെ പോയി ജോലി ചെയ്യുമ്പോ ഉറങ്ങിയിരിക്കും. അതെ അതെ. അമേരിക്ക, അമേരിക്ക, അമേരിക്ക. വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, നന്ദകിശോര മുകുന്ദ മുരാരേ, നന്ദന നന്ദ ഹരേ, വൃന്ദാവന അല്ലേ? അമ്മ തെറ്റിക്കാണ്. അത് കുഴപ്പമൊന്നുമില്ല അമ്മ. അച്ഛത് മര്യാദക്ക് എടുക്കണോട്ടോ. അത് ഇത് കറക്റ്റ് അല്ലേ? ക്യാമറ ഡാൻസ് കളിക്കണോട്ടോ നമ്മുടെ കൂടെ. ആ ശരി ശരി, റെഡി, എടുത്തോ. വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, നന്ദകിശോര മുകുന്ദ മുരാരേ, നന്ദന നന്ദ ഹരേ, വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ, വൃന്ദാവന കൃഷ്ണ, നന്ദാവന കൃഷ്ണ. ഞാനിത് മോളിങ്ങനെ ഈ ഇതിലിങ്ങനെ വീഡിയോ പിടിക്കാൻ പറഞ്ഞിട്ടേ. അല്ല, ഇപ്പൊ എല്ലാവരും ഇതിന്റെ ഒരു തിരക്കാണല്ലോ. അതെ അതെ. എന്താ എന്താ പിടിക്കും? അല്ല, ഞാന് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്ന. എന്താ ഇരിക്കാം. വരൂ വരൂ വരൂ. മോളെ, ചായ? അല്ല, ഞാൻ ഇപ്പൊ വരുമ്പോ കുടിച്ചു. അല്ല, നല്ലൊരു ചായ എടുക്കാം. അല്ല, അതൊക്കെ പിന്നെ കുടിക്കാലോ. എന്താണോ? അല്ല, അത് ഞാനേ അല്ല അത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിപ്പോ ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറണം എന്ന് കരുതും. ശരി ശരി. നമ്മളൊക്കെ പിന്നെ ഒരു നാട്ടുകാരാണല്ലോ. പിന്നെന്താ, അപ്പൊ വിവരങ്ങളൊക്കെ പരസ്പരം അറിയാന്നുള്ളൊരു. മോള് പഠിക്കുന്നുണ്ടോ? PG കഴിഞ്ഞിട്ടില്ല? അല്ലാതെ അറിയാം, പഠിക്കണ്ടെന്ന് അറിയാം. ഈ മോൾക്ക് കല്യാണാലോചനയൊക്കെ വല്ലതും? കല്യാണാലോചനകളൊക്കെ ഓരോന്നൊക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പിന്നെന്ന് വെച്ചാൽ പലത് വരുന്നതും ഈ ജോലിയൊന്നും വേണ്ട രീതിയിലില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തൊഴില് വേണം. സർക്കാർ ഉദ്യോഗം വേണമെന്നൊന്നും ഇല്ല ഇപ്പൊ ഇന്നത്തെ കാലത്തെ. പക്ഷെ ചെക്കൻ എന്തെങ്കിലും ഒരു വരുമാനം ഇല്ലാത്ത ആളാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനൊന്നും മനസ്സിന് ഒത്തു വന്നില്ല. അല്ല, ഇപ്പൊ എന്റെ മോനെ ആരോമലിനെ അറിയാലോ. അവനിപ്പോ കല്യാണ പ്രായമൊക്കെ ആയി. ഇനിയിപ്പൊ അവനൊരു നല്ല പെൺകുട്ടീനെ കണ്ടിട്ട് ഒരു കല്യാണമൊക്കെ നടത്തിക്കണം. അതാണിപ്പോ. അല്ല, അവന് ജോലിയൊന്നും ആയില്ലല്ലോ. ജോലിയായോ?
അല്ല ഇത്ര കാലം ജോലി ഉണ്ടായിരുന്നില്ല. അതാണ് നമ്മൾ കല്യാണം കഴിപ്പിക്കാൻ. ജോലി വേണേ, വേണം. ഇന്നത്തെ കാലത്ത് ജോലി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ അവനൊരു ജോലി ശരിയായിട്ടുണ്ട്. അപ്പൊ ജോലി ശരിയായ സ്ഥിതിക്ക് ഉടനെ കല്യാണം കഴിപ്പിക്കണം. പക്ഷെ ഇന്നത്തെ കാലത്തെ ജോലി, ഗവൺമെന്റ് ജോലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരുമാനം ഒന്നും ഉണ്ടാവില്ല. ഒരാളുടെ വരുമാനം കൊണ്ടൊന്നും ഒരു കുടുംബം കഴിഞ്ഞു പോവില്ല. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് പെൺകുട്ടിക്കും അവനും ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അതൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോവാം, അങ്ങനെ പറയാൻ പറ്റൂ. ഇതിപ്പോ അങ്ങനെ ഇങ്ങനത്തെ ജോലിയൊന്നല്ലേ. അമേരിക്കയിലല്ലേ. അമേരിക്കയിലോ? അപ്പൊ പോയോ? ഇല്ല, അപ്പൊ അടുത്ത് പോവും. നമ്മുടെ മന്മഥനാണ് കൊണ്ടുപോണതേ. മാസം 10 ലക്ഷം റുപ്യ സാലറി. 10 ലക്ഷം വിടരുത്. അയ്യോ അല്ല, അവൻ പോവാണ്ടിരുന്നാ പിന്നെ എങ്ങനെയാ ജോലി ചെയ്യണ്? അതല്ലാന്ന്, ഈ ജോലി വിടരുത്. അമേരിക്ക വിടരുത്. വിടരുത്. നല്ലതാ. അപ്പൊ അവ അമേരിക്കയിലേക്ക് പോണൊക്കെ ശരിയായ സ്ഥിതിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവനൊരു നല്ല കുട്ടിയുടെ കല്യാണം ധൈര്യമായിട്ട് കഴിപ്പിക്കാലോ. അപ്പൊ നമ്മുടെ അല്ല നിങ്ങളുടെ കുട്ടി നമ്മുടെ ലക്ഷ്മി ഉണ്ടല്ലോ, ലക്ഷ്മിയും നമ്മുടെ ആരോമലും നല്ല പരിചയക്കാരാണേ. ഇപ്പോഴത്തെ കുട്ടികളാണല്ലോ. അപ്പൊ അവനൊരു താല്പര്യം അവൾക്കും അങ്ങനെ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ ജോലി കിട്ടിയില്ല. നല്ല കുട്ടികളാ അവര്. ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നൊരു ഇതിലാണേ. അതിനെന്താ, അതൊന്നും ഇപ്പൊ വിഷയമുള്ള കേസല്ലല്ലോ, അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അതെ. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഞാൻ വൈഫിനോടൊന്ന് ചോദിക്കട്ടെ. ഒരു മിനിറ്റ്. ശരി, വെച്ചോ. ഞാൻ പിന്നെ ഞാനവിടെ വരാം. ഞാൻ പറഞ്ഞേ, അപ്പൊ അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ശരി. അപ്പൊ അങ്ങനെ ചെയ്യാൻ തന്നെയാ. അല്ല, അമേരിക്കയിൽ എവിടെയായിട്ടാണ്? അമേരിക്ക അതെ, പോവാൻ പോണല്ലേ ഉള്ളൂ. അമേരിക്കയിൽ എവിടെ നിനക്കറിയാം? ആദ്യം അവര് അമേരിക്കയിൽ പോയിട്ടൊന്ന് സെറ്റിൽ ആവട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോ ഉടങ്ങാൻ പോകും വരെയൊക്കെ ചെയ്യാലോ. ഓരോരുത്തർക്കും ഓരോന്ന് അതങ്ങോട്ട് വിരിച്ചിട്ടുണ്ടാവും. അതെ, അതുപോലെ നടക്കുള്ളൂ. അതുപോലെ നടക്കൂ. അപ്പൊ എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. എന്നാ ഒരു ചായ കുടിച്ചാൽ പോയാലോ? എന്നാ പിന്നെ ഒരു ചായ ആവാം. മധുരം കുറച്ചാവും. കുഴപ്പമില്ല. അത് പതുക്കട്ടെ. എന്താ പറയാ, വാ. എന്താ? അതെ, ചാന്ദിനി, ഇരിക്ക. ചാന്ദിനി കുളിക്ക. എന്താ ഇപ്പൊ അങ്ങനെ? ഒന്നുമില്ല. ഞാനേ പിന്നെ പണിക്കരടുത്ത് പോയി 1-2 ഡേറ്റുകളൊക്കെ നോക്കി. നല്ല ഡേറ്റുകളാ. ഞായറാഴ്ച ദിവസം രണ്ടും വരണത്. അത് കുഴപ്പമില്ല, എല്ലാവർക്കും പങ്കെടുക്കുകയൊക്കെ ചെയ്യാലോ. അത് നമ്മള് അമേരിക്കയിലേക്ക് പോണ ഡേറ്റ് ഉണ്ടല്ലോ, അത് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ ഒരു 10 ദിവസം മുമ്പായിട്ട് നമുക്ക് നിശ്ചയം നടത്താം. നിശ്ചയം ഗംഭീരാവണം, കല്യാണം മാതിരി ആള് വേണം. ഞാനത് തീരുമാനിച്ചിരിക്കുക. ബന്ധുക്കളെ വിളിക്കുക, കുടുംബക്കാരെ എല്ലാവരും വിളിക്കുക, പിന്നെ നാട്ടുകാരെയും വിളിക്കുക. എന്തേ, അമേരിക്കക്കാരനൊന്ന് കാണട്ടെ എല്ലാവരും. ഞാൻ സുഖദേട്ടനൊന്ന് വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തോന്നും മിണ്ടാതിരിക്കണ്? അല്ല, ഞാനേ പിന്നെ അച്ഛൻ്റെ അടുത്തൊരു ഗൗരവമുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണെങ്കിലും പറഞ്ഞു. എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ട്, ഇല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ. എന്താ? എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ മന്മഥേട്ടനുണ്ടല്ലോ, മന്മഥേട്ടൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞേ 50 പേര് സെലക്ട് ചെയ്തിട്ടുള്ളൂ. 50 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ കൊണ്ടുപോകാൻ. 50 പേരിലുണ്ട്. 50 പേരിൽ ഞാനില്ല. 50 പേരിൽ ഞാനില്ല. 50 പേരിലില്ല? ഇല്ല. അപ്പോ ഇനി ബാക്കി? ഇപ്പൊ തൽക്കാലം എടുക്കുന്നില്ല. ഇപ്പൊ തൽക്കാലം 50 പേരെ കൊണ്ടുപോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്കയിലേക്ക് ഇപ്പൊ പോകില്ല? പോകാൻ പറ്റില്ല.
ഇപ്പൊ പോവാൻ പറ്റില്ല അല്ലേ? ആ അല്ല അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഞാനൊരു കാര്യം കണ്ടേ, ഈ അമേരിക്കയിൽ ഞാൻ ചെയ്യുന്ന അതേ ജോലി ഞാൻ നാട്ടിൽ ചെയ്യാണ്ട് തീരുമാനിച്ചു. അന്ന് അമേരിക്കയിലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജോലി എന്താന്ന് സത്യത്തിൽ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. ശരിക്കും അവിടെ എന്ത് ജോലിക്കാ പോവായിരുന്നത്? അമേരിക്കയിൽ ഈ മരണാനന്തര ശവസംസ്കാര ചടങ്ങിൻ്റെ ശവസംസ്കാര ചടങ്ങില്ലേ, ക്രിമേഷനോ? ആ ക്രിമേഷൻ ചെയ്യുന്ന ഒരു ജോലിയാണ്. അതാപ്പോ അല്ല അത് വെച്ചാൽ വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സർവീസും കൂടിയാണ് അവിടെ, നല്ല സാലറിയാണ്. അപ്പൊ കുഴിവെട്ടെന്ന് പറയാൻ പറ്റില്ല അച്ഛാ. അത് അവിടെ അത്രയും ശമ്പളം, ശരിക്കും ഇത്രയിലൊക്കെ ഒരു ശമ്പളം ആ ജോലിക്ക് കിട്ടാന്ന് പറയുമ്പം ആ ജോലിയുടെ ഒരു വില ഉണ്ടല്ലോ, ഒരു സർവീസും കൂടിയാണ്. ഞാനിവിടെ ചെയ്ത് വിജയിപ്പിക്കും. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വൈഫിനോട് കൂടെ ഒന്ന് ചോദിക്കട്ടെ കേട്ടാ. ഞാൻ ഇവിടെ ഇരിക്കാം. ഞാൻ ഭാര്യയായിട്ട് സംസാരിച്ചു. അമ്മ എന്താ പറഞ്ഞേ? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. നീ ഇപ്പം ഈ പറഞ്ഞ ജോലി അമേരിക്കയിലാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. പക്ഷെ അത് നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ മോളെ തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.